പറഞ്ഞോ മാഡം. മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. മന്ത്രിയുടെ സഹായം ഉടനെ ഉണ്ടാകുമെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരി പ്രസാദ്, ഇപ്പോൾ 3 ലക്ഷം രൂപ പറ്റിക്കപ്പെട്ട കുടുംബമാണ്, 2 കുടുംബങ്ങളാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഡ്രൈവറും ചേർന്ന് ആ വീടിന്റെ അറ്റകുറ്റപ്പണി ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും അത് പാതുവഴിയിലാക്കി പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ 1.5 ലക്ഷം രൂപ ഒരു വീട്ടിലും പൂർണ്ണമായും ചെലവഴിച്ചിട്ടില്ല എന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അവിടെ പട്ടിണി കൂടിയാണ് എന്നുള്ളൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അത് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നു. റിപ്പോർട്ടറിന്റെ ഇടപെടലാണ്. ഇടപെടലിൽ ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നത്. ഇനി റിപ്പോർട്ടർ തൽക്കാലം പെട്ടെന്ന് ഒരു സഹായം എന്ന നിലയ്ക്ക് അരി സ്പോൺസർ ചെയ്യുന്നു. അരി ഉടൻ അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കും. നമ്മുടെ ചെയർമാൻ അരി ഉടൻ, ഒരു ചാക്ക് അരി ഉടൻ അവിടെ എത്തിക്കുമെന്നുള്ള കാര്യം, അടിയന്തരമായ സഹായം എന്ന നിലയ്ക്ക് അത് എത്തിക്കുമെന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. പ്രസാദ്, ആ കാര്യം കൂടി ആ കുടുംബത്തോട് പറയണം. ഉടൻ തന്നെ ഒരു ചാക്ക് അരി ആ വീട്ടിലെത്തുന്നതാണ് പ്രസാദ്. ഓക്കെ ചേച്ചി, ഇപ്പോൾ ഉടനടി തന്നെ ഒരു ചാക്ക് അരി ഇവിടേക്ക് എത്തിച്ചത്. ഭക്ഷണത്തിനുള്ള നമ്മൾ ഇന്ന് ഇവിടുന്ന് റെഡിയാക്കിയിട്ടേ പോകും. നിങ്ങൾ കരയല്ലേ? നമ്മൾ ആരും അറിയാത്തതുകൊണ്ടല്ലേ, നമുക്ക് അറിയില്ലല്ലോ നിങ്ങള് ഇതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടായിരുന്നു. അല്ല പേടിക്കണ്ട കേട്ടോ, നമുക്ക് അറിയാത്തതുകൊണ്ടല്ലേ കേട്ടോ. നിങ്ങൾ കരയല്ലേ? ഭക്ഷണത്തിനുള്ള സംവിധാനം എന്തായാലും പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കും കേട്ടോ. പറഞ്ഞോളൂ, എന്താണ് കഴിക്കുന്ന കുറവാണോ? അങ്ങനെ കിട്ടുന്നില്ല, ഇല്ലാത്ത കൊണ്ട് അത്രയൊക്കെ പറ്റില്ല. ശ്രുതി, നമ്മൾ ഈ അടുക്കളയിൽ നിറയെ നോക്കി, നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. നമുക്കിപ്പോ ഇങ്ങനെ ഈ കേരളത്തിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് ശ്രുതി. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പച്ച പരമാർത്ഥമാണ്. ഇവിടെ അരിയില്ല, ഭക്ഷണമില്ല. ഇവരോടാണ് ഇത് ചെയ്തത് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ എടുക്കാൻ വന്ന വാർത്ത. ഇതല്ല ശ്രുതി യഥാർത്ഥത്തിൽ. ഇനിയിപ്പോൾ ഭക്ഷണമാണ് പ്രാഥമികം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ആ വിഷയത്തിലേക്ക് മാറുകയാണ്. നമ്മൾ വീടിന്റെ കാര്യം ചെല്ലുമ്പോൾ അതിലും ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ദൃശ്യങ്ങൾ നമ്മളെ എത്തിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പട്ടിണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നിങ്ങൾ എന്താണ് നമ്മളോട് ഈ പട്ടിണിയുടെ കാര്യം എന്താണ് നിങ്ങൾ പറയാതിരുന്നത്? നോക്കൂ, ഇങ്ങോട്ടേക്ക് നോക്കൂ, എന്താണ് പറയാതിരുന്നത് പട്ടിണിയുടെ കാര്യം? നോക്കൂ. നമ്മൾ വീടിന്റെ കാര്യം അന്വേഷിച്ചിട്ടല്ലേ നമ്മൾ വന്നത്. നിങ്ങൾ നമ്മളോടൊരു വാക്ക് പറയണ്ടേ? നമ്മൾ താഴെ പോയി വാങ്ങിച്ച് വരില്ലായിരുന്നോ നിങ്ങൾക്ക്? നമ്മുടെ വണ്ടി താഴെ നിൽക്കുകയല്ലേ. നമ്മൾ അറിയില്ലല്ലോ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളത്. രാവിലെ കഴിച്ചില്ലേ? ഒന്നും ഇല്ല സാറേ, ഒന്നും കഴിച്ചില്ല. ഒന്ന് വന്ന സമയത്ത് നമ്മളോട് പറഞ്ഞുകൂടായിരുന്നോ നമ്മൾ കഴിച്ചില്ല എന്നുള്ള കാര്യം? സാറൊക്കെ ഈ വീട്ടിന്റെ ഇതിന് വന്നത് തന്നെ ഒരു വലിയ ഉപകാരമാണ്. അപ്പോഴും സാറിനല്ലോ നിങ്ങളിപ്പോ പറഞ്ഞാവുമ്പോഴല്ലേ ഇത് നമ്മൾ അറിയുന്നത്. അറിയുന്നില്ലല്ലോ. നമ്മൾ വിചാരിച്ചു നിങ്ങൾക്ക് ഈ കൂലിപ്പണിയൊക്കെ ചെയ്ത് ഭക്ഷണം വാങ്ങിക്കാനുള്ള ഇതെങ്കിലും ഉണ്ടാവുന്നല്ലേ നമ്മൾ കരുതിയത്. ഇവരിപ്പോ എല്ലാവരും അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത വിധം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ഇത് നമ്മള് രണ്ടാമത്തെ വീട് നമ്മൾ കാണിച്ചു തന്നില്ല. ഇവർക്ക് ഭിന്നശേഷി, നടക്കാൻ പറ്റില്ല. ആ വീട് നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ? ഒന്ന് കരയല്ലേ? നിങ്ങൾ പ്രശ്നം പരിഹരിക്കും. കരയല്ലേ? പറയൂ, ഇത് ആളുകൾ കാണുന്നുണ്ട്. പറയൂ, അവരോട് പറയൂ. ഈ വല്ലാത്തൊരവസ്ഥയിലാണ്. എന്താണ് ഇവരോട് പറയാന്നുള്ളത് നമുക്കറിയില്ല. ഈ വീട് കൂടി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. നമ്മൾ ആ വീട്ടിലാണ് നിന്നത്. രണ്ടുപേരും ബന്ധുക്കളല്ലേ അല്ലേ? രണ്ടും ബന്ധുക്കളുടെ വീടാണ്. ഇതാണ് രണ്ടാമത്തെ വീട്. ഇപ്പൊ നമ്മൾ അവിടെ ഇരിക്കുന്ന കണ്ട് നന്ദു ഒന്ന് അവരെ കാണിച്ചു കൊടുക്കൂ. അവർക്ക് അവിടുന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റില്ല. അവര് നടക്കാൻ പറ്റാത്ത ആളാണ്. അവരുടെ വീടിന്റെ ഈ 1.5 ലക്ഷം കൊണ്ട് അറ്റകുറ്റപ്പണി ചെയ്ത അടുക്കള ഭാഗത്തേക്കുള്ള ഈ സ്റ്റെപ്പ് നിങ്ങളൊന്ന് കാണണം പ്രേക്ഷകരെ. ഈ കാണുന്ന ഈ സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് അവർക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റുക എന്നുള്ളത്. മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഈ 1.5 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഇങ്ങനെ പോകാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അടുക്കളയില്ല, അവർ ഭിന്നശേഷിക്കാരിയാണ്. അവർക്ക് എങ്ങനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എങ്ങനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങും? ഇതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ഈ വീട് കിടക്കുന്നത്. ആകെ ഈ റൂഫ് വൃത്തിയാക്കി എന്നതല്ലാതെ ഒരൊറ്റ സാധനം ഈ വീട്ടിൽ ചെയ്തില്ല. നമുക്ക് കാണാം, അവരുടെ ദൃശ്യം കാണാം. അവർക്ക് ഈ അവസ്ഥയിലുള്ളവരാണ് ഇവർ.